എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം എന്ന പ്രസ്താവനയാണ് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. കേരളത്തിലെ നദികളെപ്പറ്റി ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക് ആണ്. കേരളത്തിലെ നദികളെപ്പറ്റി ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉമാണ്. കേരളത്തിലെ നദികളെപ്പറ്റി ശരിയായത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം. ഓപ്ഷൻ എ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 1ാമത്തെ സംസ്ഥാനം ഏതാണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കായലുകളെപ്പറ്റി ശരിയല്ലാത്തവ ഏത്? കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ കായലുകളെപ്പറ്റി ശരിയല്ലാത്തവ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ എന്ന പ്രസ്താവനയാണ് കേരളത്തിലെ കായലുകളെപ്പറ്റി ശരിയല്ലാത്തത്. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 2014 ജൂൺ മാസം 2ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏത്? 2014 ജൂൺ മാസം 2ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി തെലുങ്കാന. തെലുങ്കാനയാണ് തന്നിരിക്കുന്നവയിൽ 2014 ജൂൺ മാസം 2ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായത്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരമാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമേത്? ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം. ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്നത്. മത്സ്യബന്ധന തുറമുഖങ്ങളും ജില്ലകളും തന്നിരിക്കുന്നു. യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം, അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം, കായംകുളം എറണാകുളം. മത്സ്യബന്ധന തുറമുഖങ്ങളും ജില്ലകളും യോജിച്ചവ കണ്ടെത്തുക.
ഓപ്ഷൻ എ 2ഉം 3ഉം അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം എന്നിവയാണ് തന്നിരിക്കുന്ന മത്സ്യബന്ധന തുറമുഖങ്ങളും ജില്ലകളിലും യോജിച്ചത്. നീണ്ടകര കൊല്ലം ജില്ലയിലും കായംകുളം ആലപ്പുഴ ജില്ലയിലുമാണ്. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഓപ്ഷൻ ബി വിസരണം. വിസരണമാണ് ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഏത് മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് 100? ഏത് മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് 100? ഓപ്ഷൻ എ ഫെർമിയം. ഫെർമിയം എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് 100. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? ഓപ്ഷൻ ഡി USA. USA-യുടെ പെട്രോളിയം പൈപ്പ് ലൈനാണ് ബിഗ് ഇഞ്ച്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ ചെന്നൈ. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യമേത്? USA, മെക്സിക്കോ, കാനഡ, ചിലി. തന്നിരിക്കുന്നവയിൽ 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ചിലി. ചിലിയാണ് തന്നിരിക്കുന്നവയിൽ 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്തത്. USA, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. താഴെ പറയുന്നതിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏത്? താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം. ഓപ്ഷൻ ബി ഷിൻഡോ. തന്നിരിക്കുന്നവയിൽ ഷിൻഡോ എന്ന മതമാണ് ജപ്പാനിൽ രൂപപ്പെട്ട മതം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗമേത്? കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം. ഓപ്ഷൻ എ നീലാംബരി. നീലാംബരി എന്ന രാഗമാണ് കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം. ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചതാര്? ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത്. ഓപ്ഷൻ സി മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട്. ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാടാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമേതാണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ സ്കർവി. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കാസർഗോഡ്. കാസർഗോഡിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി തലച്ചോറ്. തലച്ചോറിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം മനുഷ്യരിൽ ബാധിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ലാക്കസ് വെരിസ്. ലാക്കസ് വെരിസ് ആണ് തന്നിരിക്കുന്നവയിൽ വസന്തത്തിൻ്റെ തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജലത്തിൻ്റെ സാന്ദ്രത. ജലത്തിൻ്റെ സാന്ദ്രത. ഓപ്ഷൻ ബി 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് ജലത്തിൻ്റെ സാന്ദ്രത. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം. മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം. സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം. ഓപ്ഷൻ ബി സൾഫർ. സൾഫറാണ് സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി സിക്കിം. സിക്കിമിലാണ് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഓപ്ഷൻ സി ഒലിവർ ഡെമൻ. ഒലിവർ ഡെമനാണ് ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്ര സ്പേസ് ടൂറിസത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ്. ഓപ്ഷൻ ഡി ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ഡി ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന ഉപകരണമാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഓപ്ഷൻ സി ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ എന്തിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? തന്നിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത്? ഓപ്ഷൻ ഡി ഇൻസുലിൻ. ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്.
ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ എന്ന അടയാളം? ഓപ്ഷൻ ബി എയ്ഡ്സ്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട അടയാളമാണ് റെഡ് റിബൺ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി ജനീവ. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? എ വി കുട്ടിമാളു അമ്മ, ടി സുനന്ദാമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. തന്നിരിക്കുന്നവരിൽ ആരാണ് കേരളീയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ ബി ടി സുനന്ദാമ്മ. ടി സുനന്ദാമ്മയാണ് തന്നിരിക്കുന്നവരിൽ കേരളീയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്. വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വന്ദേമാതരം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ഉറുദു പത്രം. വന്ദേമാതരം ഒരു ഉറുദു പത്രമായിരുന്നു. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നത്. യു എന്നിൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? യു എന്നിൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി 193. യു എന്നിൽ ഇപ്പോൾ 193 അംഗങ്ങളാണ് ഉള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി. ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടിയായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നും അറിയപ്പെടുന്നു. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അന്തരീക്ഷപാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം, നമ്മുടെ അന്തരീക്ഷപാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആർദ്രത. ആർദ്രത എന്നാണ് നമ്മുടെ അന്തരീക്ഷപാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 4 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി കാക്കിനന്ദ പുതുച്ചേരി. കാക്കിനന്ദയെയും പുതുച്ചേരിയെയുമാണ്
ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത്? പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഓപ്ഷൻ ഡി 66.5 ഡിഗ്രി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 66 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ. തന്നിരിക്കുന്നവയിൽ ദേശീയ കുടുംബാരോഗ്യ സർവേയാണ് ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. വ്യാവസായിക കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, വ്യാവസായിക കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. തന്നിരിക്കുന്നവയിൽ ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.